നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ കിടക്കുന്ന ഈ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു ട്രേയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ ഈ അക്വേറിയത്തിനകത്ത് ഒരു പ്ലാറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറേ നാളായിട്ട് പിടിക്കാൻ പറ്റാതെ പോയിരുന്ന ഒരു പ്ലാറ്റിയാണ്. കാരണം നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ സമയത്ത് ഇത് താഴേക്ക് പോയിട്ട് ഒളിച്ചിരിക്കും. അതായത് ചെടിച്ചട്ടികളുടെ ഇടയിലൊക്കെ പോയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അത് ഫുഡൊക്കെ കഴിച്ച് വലുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾ പിടിക്കുന്നതോടൊപ്പം തന്നെ അതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ട്രേകളിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയത് 8 കുഞ്ഞുങ്ങളെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മുമ്പ് വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ച സമയത്ത് 8 കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കളക്ട് ചെയ്ത ദിവസം നമുക്ക് കിട്ടിയത് 8 കുഞ്ഞുങ്ങളെയാണ്. അതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ആ പ്ലാറ്റിയൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സ്ട്രെസ് കാരണം ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടായിരിക്കാം. 8നേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എങ്കിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 8 കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ വീഡിയോയിലൊക്കെ കാണിച്ച സമയത്ത്. അപ്പോൾ അതിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സാധ്യത. കാരണം ആ പ്ലാറ്റി ഇത്തിരി വലിപ്പമുള്ള പ്ലാറ്റി ആയിരുന്നു നമ്മൾ പിടിച്ച് മാറ്റിയത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എണ്ണം കുറഞ്ഞത്. ഇപ്പോൾ ഈ അക്വേറിയത്തിനകത്ത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇവരുടെ കുഞ്ഞുങ്ങളും ഇല്ല, അതുപോലെ തന്നെ പ്ലാറ്റിയുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊന്നും പെട്ടുപോയിട്ടില്ല. ഉണ്ടായിരുന്ന പ്ലാറ്റികളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു മെയിലും ഫീമെയിലും ആയിട്ടുള്ള നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ മാത്രമാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അക്വേറിയത്തിൻ്റെ ചില്ലുകളുടെ സൈഡിലും ചെടികളുടെ ഇലയുമൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. കണ്ടില്ലേ, നമ്മൾ ആ ഇലയിലൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത സമയത്ത് വന്നതാണ്. ഇലയുടെ സൈഡുകളിലൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വന്നിട്ടുണ്ട്. ഇത് സാധാരണ ചൂടുകാലം കഴിയുമ്പോൾ മൊത്തത്തിലങ്ങ് നശിച്ചു പോവുകയാണ് പതിവ്. കാരണം ഇത്രയും സൺലൈറ്റും ചൂടൊക്കെ ഉണ്ടെങ്കിലാണ് ആൽഗെ ഫോം ചെയ്യുന്നത്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരാനായിട്ട് പറ്റില്ല. അത് മഴക്കാലം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഈ ആൽഗയൊക്കെ അതിൽ നിന്ന് ഫുള്ളായിട്ട് നശിച്ചു പോവുകയാണ് പതിവ്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സ്നെയിലുകളെയൊക്കെ ഇറക്കി വിടാറുണ്ട് ഇത് ഈ ആൽഗെ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആൽഗെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം നല്ല ചൂട് കാര്യങ്ങളൊക്കെയാണ് ലൈറ്റും ഈ അക്വേറിയത്തിലേക്ക് അടിക്കുന്നുണ്ട്. ഈ ആൽഗെ വല്ലാതെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് സ്നെയിലുകളെ ഇറക്കി വിടും. പിന്നെ ഈ ജാവാഫേൺ ചെടികൾ നല്ല കട്ടിയുള്ള ടൈപ്പ് ഇലകളായതുകൊണ്ട്, അതായത് തീരെ തിന്നല്ല, അതുകൊണ്ട് തന്നെ ആൽഗെ വന്നാലും പെട്ടെന്ന് ഇലകളൊന്നും നശിച്ചു പോകാറില്ല. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ സക്കർ കാറ്റ് ഫിഷുകളെ ചെറിയ സൈസിൻ്റെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറക്കി വിടാം. ഈ ചില്ലിലുള്ള ആൽഗയൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ചെടികളുടെ ഇലകളിലുള്ള ആൽഗയൊക്കെ നമ്മുടെ സക്കർ കാറ്റ് ഫിഷുകൾ കഴിച്ചോളും. പക്ഷേ വെള്ളം മോശമാവുമോ എന്നുള്ള പേടിയായതുകൊണ്ടാണ് നമ്മൾ സക്കർ കാറ്റ് ഫിഷുകളെ ഇറക്കി വിടാത്തത്. കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഈ ട്രേകളിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ആദ്യത്തെ ട്രേയിൽ കിടക്കുന്നത് കൂലിലോച്ച് എന്ന് പറയുന്ന ചെറിയ മത്സ്യങ്ങളാണ്. അപ്പോൾ പ്ലാറ്റികളുടെ കുറച്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യത്തെ ട്രേയിൽ കൂലിലോച്ചുകളുടെ കൂടെയാണ് ഇട്ടിട്ടുള്ളത്. ഈ കാണുന്ന 2 ട്രേകളിൽ, അതായത് മിഡിലിരിക്കുന്നത്, അത് 2ഉം 3ഉം ട്രേകളിൽ നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ ട്രേയിൽ കിടക്കുന്നത് ഏറ്റവും ചെറിയ സൈസ് പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വലുപ്പമുള്ള പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഈ ട്രേകളിൽ. അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഇതേ അവിടെ നിൽക്കുന്നുണ്ട് 1-2 എണ്ണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് അധികം വരാത്തത് കൊണ്ട് നമുക്ക് ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല. കാരണം വലുപ്പം കുറഞ്ഞ കുഞ്ഞുങ്ങളെയും കൂടിയ സൈസിനെയൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ സൈസിന് സ്ട്രെസ് വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഇതേ കണ്ടില്ലേ, ഇതേ അവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് ടൈലാണ്. ഈ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ നോക്കിയാൽ കാണാം ഇതേ കാണുന്നത്. ഈ പ്ലാറ്റിയാണ് നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ അക്വേറിയത്തിൽ നിന്ന് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞത്. അത്യാവശ്യം സൈസായിട്ട് 1 ഇഞ്ച് സൈസിൽ കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഈ ഒരു സൈസാണ്. കണ്ടില്ലേ, ഇതിന് അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കിടക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് കൊത്തി ഓടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ കുറയാനുള്ള കാരണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഈ 2ാമത്തെയും 3ാമത്തെയും ട്രേകളിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 8 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. അതിൽ വലിപ്പം കൂടിയ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യത്തെ ട്രേയിലും വലിപ്പം കുറഞ്ഞ കുഞ്ഞുങ്ങളെ 2ാമത്തെ ട്രേയിലുമാണ് ഇട്ടിട്ടുള്ളത്. കാരണം സൈസ് കൂടിയ കുഞ്ഞുങ്ങളെയും സൈസ് കുറഞ്ഞ കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ ചെറിയ അഗ്രഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രോത്തിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ട്രേകളിൽ ഇട്ടത്. അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റാണ്. വളരെ കുറച്ച് എണ്ണത്തിലാണ് നമ്മൾ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വയ്ക്കുന്നുണ്ട്. ചെറിയ സൈസുള്ള കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള ട്രേകളിൽ ഇട്ട് നമുക്കൊരു മീഡിയം സൈസ് വരെയൊക്കെ ഈസി ആയിട്ട് ഇതുപോലുള്ള ട്രേകളിൽ വളർത്താനായിട്ട് പറ്റും. പിന്നെ വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റിയാൽ മതി. കണ്ടില്ല, ഇതിനകത്ത് 4 കുഞ്ഞുങ്ങളാണ് ഈ ഒരു ട്രേക്കകത്തുള്ളത്. അവർ നല്ല ഫ്രീ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു 10 കുഞ്ഞുങ്ങളൊക്കെ ഇടാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് വരെയൊക്കെ വളർത്താനായിട്ട് പറ്റും. വലിയ സൈസ് ഗപ്പികളാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 6 പീസ് വരെ നമുക്ക് ഈ ഒരു ട്രേയിൽ ഇടാൻ പറ്റും. അപ്പോൾ ബ്രീഡായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ട്രേകൾ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ ഇടാനും അല്ലെങ്കിൽ ബ്രീഡിംഗ് പെയറിന് ഇടാനൊക്കെ.
പിന്നെ നമ്മുടെ പ്ലാറ്റുകൾ കിടക്കുന്ന അക്വേറിയത്തിൽ നിന്ന് പ്ലാറ്റുകളെ മാറ്റിയിട്ട് അതിലും നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ തന്നെ വളർത്താമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ അതിൽ നിന്ന് ഒരു പെയറിനെ പിടിച്ച് ആ ഒരു പ്ലാറ്റുകളുടെ അക്വേറിയത്തിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാറ്റുകൾ അതിൽ നിന്ന് മാറ്റാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക് ഉണ്ടായിരുന്നു മുമ്പ് നമ്മൾ പ്ലാറ്റുകളെ ഇട്ടിരുന്നത്, പ്ലാറ്റുകളുടെ കുഞ്ഞുങ്ങളെയൊക്കെ. അത് ഇപ്പോൾ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി നിർത്തിയേക്കാണ്, മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്തെ ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തും നമ്മൾ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളായിരിക്കും ഇടാനായിട്ട് പോണത്. പിന്നെ ഈ കാണുന്ന അവസാനത്തെ ട്രെയിലാണ് നമ്മൾ പ്ലാറ്റുകൾ ബ്രീഡായിട്ടുണ്ടായ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇത് നമ്മുടെ പ്ലാറ്റുകൾ കിടക്കുന്ന അക്വേറിയമാണ്. ഇതല്ല ഈ കാണുന്നത്, ഇത് കേട്ടോ, ഇതാണ് നമ്മുടെ പ്ലാറ്റുകൾ കിടക്കുന്ന അക്വേറിയം. ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ആ ഒരു ട്രെയിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോഴും കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കണ്ടില്ലേ, മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങൾ. അപ്പോൾ പറ്റാവുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ആ ഒരു ട്രെയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലുള്ള അഡൾട്ട് പ്ലാറ്റുകളെയും എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തും നമ്മൾ ആൽബിനോ ഫുൾ റെഡിൻ്റെ ഒരു പെയറിനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതിനകത്ത് കിടന്ന് നാച്ചുറലായിട്ട് ബ്രീഡ് ആയിക്കോളും. നേരത്തെ നമ്മൾ പറഞ്ഞ ഔട്ട്ഡോറുള്ള നമ്മുടെ ചെറിയൊരു പ്ലാറ്റ് ടാങ്ക് അതും നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾക്കായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ പ്ലാറ്റുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അഡൾട്ട് പ്ലാറ്റുകളും ഉണ്ട്, പ്ലാറ്റുകളുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആപ്പിൾ സ്നേഹിലുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടാങ്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നാളായി നമ്മുടെ ആപ്പിൾ സ്നേഹിലുകൾ ടബിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ ഷെല്ലിന് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടാങ്ക് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പ്ലാറ്റുകളെ എല്ലാത്തിനെയും കൊണ്ടുപോയി ഇടും, അഡൾട്ട് പ്ലാറ്റുകളും കുഞ്ഞുങ്ങളെയൊക്കെ. ആ സെയിം ടാങ്കിൽ തന്നെയാണ് നമ്മൾ സാൽവീനിയ എന്ന് പറയുന്ന ചെടി ബൾക്കായിട്ട് വളർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾ കിടക്കുന്ന ആ ടാങ്കിൽ നിന്ന് നമ്മൾ സാൽവീനിയ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി. കാരണം അതിനകത്ത് ആൽഗ വന്നതുകൊണ്ട് ഈ ചെടിക്ക് വളരാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.